ദൈവത്തിൻ്റെ വചനം കൂടുതൽ ആഴത്തിൽ നാം പഠിച്ച് തുടങ്ങുമ്പോൾ പല ക്രിസ്ത്യാനികളും ആത്മവഞ്ചനയിൽ ജീവിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്ന യോഹന്നാൻ അപ്പോസ്തലൻ താൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 9 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഒരാൾ വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുവെങ്കിലും തൻ്റെ സഹോദരങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അയാളിപ്പോഴും അന്ധകാരത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. വഴിതെറ്റി പോകുവാൻ അവരിൽ ഒരു കാരണവും ഇല്ല. എന്നാൽ സഹോദരങ്ങളെ വെറുക്കുന്നവർ ഇരുട്ടിലാണ്. അവർ ജീവിക്കുന്നത് ഇരുട്ടിലാണ്. ഇരുട്ട് അവരെ അന്ധരാക്കിയിരിക്കുന്നതിനാൽ തങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് അവർക്ക് അറിയില്ല. വാസ്തവത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുവാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു, ഞാൻ വെളിച്ചത്തിൽ നടക്കുന്നു, ഞാൻ ഒരു സഭയിൽ പോകുന്നു, ദശാംശം കൊടുക്കുന്നു, സുവിശേഷ വേലയ്ക്ക് എന്നാൽ ആവുന്ന നിലയിൽ സഹകരിക്കുന്നു എന്നൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുവാൻ അധികം ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടാവില്ല. എന്നാൽ ഒരാൾ വെളിച്ചത്തിലിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു, അതായത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ വെറുപ്പോ പകയോ സൂക്ഷിക്കുവാൻ പാടില്ല എന്നുള്ള താക്കീതാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു മനുഷ്യൻ, ആ വ്യക്തി ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ തൻ്റെ ഹൃദയത്തിൽ സഹോദരനോട് കയ്പോ വെറുപ്പോ പകയോ സൂക്ഷിക്കുന്നുവെങ്കിൽ അയാൾ വെളിച്ചത്തിൽ വസിക്കുന്നില്ല. ഇവിടെ വെളിച്ചം എന്ന പദം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. യേശു പറഞ്ഞല്ലോ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നാൽ ഹൃദയത്തിൽ വിരോധവും അസൂയയും പകയും സൂക്ഷിച്ചുകൊണ്ട് ഞാനൊരു ദൈവ പൈതലാണ് എന്ന് പറയുന്നത് ആത്മവഞ്ചനയാണ്. കാരണം പ്രകാശം ഇരുട്ടിനോടൊപ്പം വസിക്കുന്നില്ല. അതുകൊണ്ട് സ്നേഹമില്ലാത്ത വിശ്വാസം വെറും ശബ്ദകോലാഹലങ്ങൾ മാത്രമാണെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ അവൻ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അവനൊരിക്കലും വഴിതെറ്റിപ്പോകുവാൻ ഒരു കാരണവും ഇല്ല എന്നാണ് തിരുവെഴുത്തിലൂടെ പറയുന്നത്. സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ആ വ്യക്തി മറ്റൊരാളെ താഴ്ത്താൻ ശ്രമിക്കാറില്ല. അവൻ എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം സഹിക്കുന്നു. മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ അവൻ ശ്രമിക്കുന്നു. തന്നെ മനസ്സിലാക്കുവാൻ മറ്റുള്ളവർക്ക് പലപ്പോഴും കഴിയാറില്ലെങ്കിലും താൻ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. തൻ്റെ ജീവിതം ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയായിട്ട് മാറരുത് എന്ന നിർബന്ധം വെളിച്ചത്തിൽ ജീവിക്കുന്നവർക്കുണ്ട്. മറിച്ച് ഞാനൊരു വഴികാട്ടിയായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയും അവരിലുണ്ടായിരിക്കും. വെറുപ്പെന്ന് പറയുന്നത് ആത്മീയ അന്ധതയാണ്. ഒരു വ്യക്തിയുടെ ആത്മക്കണ്ണുകൾ അന്ധമാകുന്നത് ആ വ്യക്തി ഹൃദയത്തിൽ വെറുപ്പും പകയും സൂക്ഷിക്കുമ്പോഴാണ്. വെറുക്കുന്നവർ ഇരുട്ടിൽ വസിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. കാരണം ഇരുട്ട് അവരുടെ ജീവിതത്തെ അന്ധകാരമാക്കിയിരിക്കുന്നു. അവർ എങ്ങോട്ട് പോകുന്നു എന്ന് അവർക്ക് അറിവില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഹൃദയത്തിൽ വെറുപ്പ് സൂക്ഷിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായിട്ട് തുടർന്നാൽ ആ വെറുപ്പ് മറ്റുള്ളവരെ നശിപ്പിക്കുന്നില്ല, അത് ആദ്യം നമ്മെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിലെ വെളിച്ചത്തെ മുഴുവൻ അന്ധകാരത്തിലേക്ക് നയിക്കും. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും. ദൈവ സാന്നിധ്യം നമ്മിൽ നിന്ന് എന്നേക്കുമായി അകന്നകന്നു മാറും. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ ഒരിക്കലും തെറ്റിപ്പോകുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തവനാണ്. ആത്മീയമായി ഏറ്റവും ഭയാനകമായ ഒരവസ്ഥയിലാണ് അയാൾ പോകുന്നത്. തെറ്റിൽ ജീവിച്ചുകൊണ്ട് തന്നെ താൻ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ശരിയാണെന്ന് കരുതുന്ന ഒരു മനുഷ്യനെ പോലെ
ബുദ്ധികെട്ട മനുഷ്യൻ ഈ ലോകത്തിലുണ്ടാവില്ല. അതുകൊണ്ട് ഈ വചനത്തിന് വളരെ പ്രസക്തിയുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, സഭകളിൽ, സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ, പെരുമാറുമ്പോൾ, ആരാധനകളിൽ സംബന്ധിക്കുമ്പോൾ ഹൃദയത്തിൽ വെറുപ്പ് സൂക്ഷിച്ചുകൊണ്ട് ജീവിപ്പാൻ പാടില്ല. പ്രകാശത്തിൽ ജീവിക്കുന്നതിന്, ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നതിന് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കുക. പ്രകാശത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. അത് ദൈവത്തോടൊത്തുള്ള നടപ്പമാണ്. ക്ഷമിച്ചും സ്നേഹിച്ചും മനസ്സലിവ് കാണിച്ചും ക്രിസ്തുവിൻ്റെ മനസ്സ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ജീവിതം. അങ്ങനെയെങ്കിൽ എല്ലാ ഇരുട്ടിനെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം നീക്കട്ടെ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വഴി കാണിച്ച് കൊടുക്കുന്ന ഒരു ജീവിതമാകട്ടെ. അതിനായി നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ സ്നേഹം മാത്രം ഹൃദയത്തിൽ സൂക്ഷിപ്പാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള